നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് ബി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സയന്റിസ്റ്റ് ബി പോസ്റ്റിലേക്ക് 127 ഒഴിവുകളും സയന്റിസ്റ്റ് എഞ്ചിനീയർ 9 വേക്കൻസികളും മറ്റേ എൻ കേഡേഴ്സ് പോസ്റ്റ് 12 പോസ്റ്റുമാണുള്ളത്. ഇതിലേക്ക് ജൂൺ 14 മുതൽ ജൂലൈ 4 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്റർ RAC DRDO ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ വെബ്സൈറ്റായ https:/rac.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ സംശയങ്ങളൊക്കെ നമുക്ക് https:/DRDO കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ https:/DRDO.gov.in എന്ന സൈറ്റിലും ലഭ്യം. അതുപോലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസികളും വേക്കൻസി അവരുടെ വെബ്സൈറ്റ് https:/ada.ada.gov.in എന്നാണ്. അവരുടെ ഡീറ്റെയിൽസ് അത് മനസ്സിലാക്കാൻ പറ്റും. പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ DRDOയിൽ 35 വേക്കൻസികളും അഡായിൽ 3 വേക്കൻസികളും WSCയിലെ 2 വേക്കൻസികളുമാണുള്ളത്. ഇതിലേക്ക് വേണ്ടി യോഗ്യത ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോറും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം ഗേറ്റ് സ്കോർ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നതിന് പ്രത്യേകം ഓർത്തിരിക്കാം. രണ്ടാമത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് DRDOയിൽ 33 അഡായിൽ 1 വേക്കൻസി ഉള്ളത്. അതിൽ 2 യോഗ്യത ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് DRDO 29 വേക്കൻസികൾ, അഡ 3, CME 1, WSCA 1. അങ്ങനെ വേണ്ട യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലെ DRDO 29, അഡ 3, CME 1, WSCA 1. അതിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലുള്ള വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ DRDOയിൽ 6 വേക്കൻസികളും CMEയിൽ 1 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് വേണ്ടി യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദമാണ്. അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അതായത് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ്, മെറ്റലർജി എഞ്ചിനീയറിംഗിലേക്ക് വേണ്ടി യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് മെറ്റലർജിയിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. DRDOയിൽ 4 വേക്കൻസിലും അഡായിൽ 1 വേക്കൻസിയാണുള്ളത്. ഫിസിക്സിലേക്ക് DRDOയിൽ 4 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി MSc ഫിസിക്സും വാലിഡ് ആയിട്ടുള്ള ഫിസിക്സിലെ ഗേറ്റ് സ്കോറുമാണ്. കെമിസ്ട്രിയിലാണെങ്കിൽ DRDO 3 വേക്കൻസികളുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി കെമിസ്ട്രിയിലും അതുപോലെ കെമിസ്ട്രിയിലുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. കെമിക്കൽ എഞ്ചിനീയറിംഗിന് 3 വേക്കൻസിയിലാണ് DRDOയിൽ ഉള്ളത്. അതിലേക്ക് ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗും വാലിഡ് ആയിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലെ DRDOയിൽ 5 വേക്കൻസി, അഡായിൽ 1 വേക്കൻസിയാണുള്ളത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോറുമാണ് വേണ്ട യോഗ്യത. മാത്തമാറ്റിക്സിലേക്ക് DRDO 2 വേക്കൻസിയും CMEയിൽ 1 വേക്കൻസിയാണുള്ളത്. മാത്തമാറ്റിക്സിലുള്ള മാസ്റ്റേഴ്സ് ബിരുദവും മാത്തമാറ്റിക്സിലുള്ള ഗേറ്റ് സ്കോറുമാണ് വേണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗിലെ 1 വേക്കൻസിയാണ് DRDOയിൽ ഉള്ളത്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും വാലിഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിനുള്ള ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസികളാണ് ഉള്ളത്. അത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് എൻഡമോളജിയാണ്. അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എൻഡമോളജി ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. ബയോസ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് 1 വേക്കൻസിയാണുള്ളത്. അതിലേക്കും അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിലോ ബയോസ്റ്റാറ്റിക്സിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടായിരിക്കണം. അത് അടുത്ത ക്ലിനിക്കൽ സൈക്കോളജി 1 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി സൈക്കോളജി ഉണ്ടായിരിക്കണം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ട് ഗേറ്റ് സ്കോർ ഏതെങ്കിലും ഹ്യൂമാനിറ്റീസിലോ സോഷ്യൽ സയൻസിൽ ഉണ്ടായിരിക്കണം. അടുത്ത സൈക്കോളജിയിലെ 3 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി സൈക്കോളജിയാണ്. അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിലെ സ്ട്രീമിൽ ഉണ്ടായിരിക്കണം. അതാണ് വേണ്ട യോഗ്യതകൾ. ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്കുള്ള ഏജ് പറഞ്ഞിട്ടുള്ളത് അൺറിസേർവ്ഡ് കാൻഡിഡേറ്റ്സിനൊക്കെ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. OBC-കാരാണെങ്കിൽ 38 വയസ്സ് വരെയും, SC/ST-കാരാണെങ്കിൽ 40 വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷം വരെ ഉയർന്ന പ്രായപരിധി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DRDO റിക്രൂട്ട്മെന്റ് അസസ്മെന്റ്സിന്റെ വെബ്സൈറ്റായ https:/rac.gov.in എന്ന സൈറ്റ് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം, എന്നിട്ട് വേണം അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കൽ സെക്ഷൻസ്, OBC-കാരൊക്കെ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST-കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇപ്പോൾ സ്ക്രീൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ആയിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. കൂടുതൽ ആളുണ്ടെങ്കിൽ മാത്രമേ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ടെസ്റ്റ് ഉണ്ടാകണം. ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക.
അതിനുശേഷം നമ്മുടെ ഗേറ്റ് സ്കോർ ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ സമയത്ത് ഗേറ്റ് സ്കോറിന്റെ സ്കോർ കാർഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കി ഇന്റർവ്യൂവിലേക്ക് പങ്കെടുക്കാൻ കഴിയും, ബാക്കിയുള്ള സെലക്ഷൻ പ്രൊസീജിയറിന്റെ കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ റിസർവേഷൻ വേണ്ട അതുമായിട്ട് ആനുകൂല്യം, ഗേറ്റ് സ്കോർ കാർഡ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഇതിലേക്കുള്ള ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂലൈ 4 ആണ് മനസ്സിലാക്കുക. ഒന്നുകൂടെ വെബ്സൈറ്റ് ഞാൻ പറയാം, https:/rac.gov.in എന്ന സൈറ്റ് വഴി ജൂലൈ 4 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. വലിയൊരു DRDOയിൽ ജോലി ലഭിക്കുക എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഈ കഴിഞ്ഞ ഇൻഡോ പാക് വാർ, മിനി വാറിന്റെ സമയത്തൊക്കെ DRDO സയൻസുകൾ ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് ഉപകരണങ്ങളൊക്കെ വളരെയധികം ഇതിന്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന അതുപോലെയുള്ള ചെറിയ അവസരമൊക്കെയാണ് ഇതിൽ നമുക്ക് ലഭിയെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ കിട്ടുന്ന ഒരു മികച്ച അവസരമാണെന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മികച്ച ശമ്പളത്തോടുകൂടി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മികച്ച ഒരു ജോലിയാണ്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാ അവസരം മാക്സിമം ഉപയോഗിക്കുക. അപ്പൊ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകാൻ ആശംസിക്കുന്നു. താങ്ക് യു.